ഇന്നത്തെ നമ്മുടെ ചിന്ത, ദൈവം എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യനിലൂടെ തൻ്റെ പ്രവൃത്തിയെ നിവർത്തിക്കുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ആ ഭൂമിയിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ദൈവം എടുത്ത ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളുണ്ട്. ഈ ഭൂമിയുടെ പ്രവർത്തനം ദൈവം മനുഷ്യനിലൂടെ, അവൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ, അവൻ്റെ തീരുമാനങ്ങളിലൂടെ ഈ ഭൂമിയെ റൺ ചെയ്യുക എന്നതാണ് ദൈവത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദൈവമാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി. പക്ഷേ ദൈവമല്ല എല്ലാം റൺ ചെയ്യുന്നത്. ഭൂമിയോടും ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചതിലൂടെയും ദൈവം തൻ്റെ പരമാധികാരത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഞാൻ മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കുവാനുള്ള ഇച്ഛാശക്തിയിലൂടെ ഞാൻ ഈ ഭൂമിയെ റൺ ചെയ്യും. അപ്പോൾ എല്ലാ അധികാരവും ദൈവത്തിനാണ്. പക്ഷേ ദൈവമല്ല ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇങ്ങനെ സൃഷ്ടിപ്പിൻ്റെ എല്ലാ പരമാധികാരവും ദൈവത്തിനായിരിക്കുമ്പോൾ തന്നെ ദൈവം ഈ ഭൂമിയെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പൂർണ്ണ കൺട്രോളിലല്ല ഇപ്പോൾ ഭൂമി. ദൈവത്തിന് ഭൂമിയെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ലെന്നല്ല, താൻ ഈ സൃഷ്ടിപ്പിൽ തന്നെ എടുത്ത ഒരു പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിലൂടെ, ചോയ്സിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ താൻ ഈ ഭൂമിയിൽ തൻ്റെ പ്രവൃത്തി ചെയ്യും. 2, മനുഷ്യന് അധികാരം കൊടുക്കുകയും മനുഷ്യൻ്റെ അതോറിറ്റിയിലൂടെ താൻ റൂൾ ചെയ്യും. 3, താൻ ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കാതെ മനുഷ്യനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെ താൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾ ദൈവം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വീണു പോകുന്നതിന് മുമ്പ് എങ്ങനെയാണോ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, വീണതിന് ശേഷവും ഇപ്പോഴും ആ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ആക്റ്റീവായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 115-ാം സങ്കീർത്തനത്തിൽ ഈ ഒരു കാര്യം നാം വായിക്കുന്നുണ്ട്. 115-ാം സങ്കീർത്തനം, അതിൻ്റെ 16-ാമത്തെ വാക്യം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവമാണ് എല്ലാം. അത് യഹോവയുടെ സ്വർഗമാണ്. അവിടെ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ പരമാധികാരവും മാത്രമാണ് നടക്കുന്നത്. പക്ഷെ ഭൂമിയെ ദൈവം ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിൽ ദൈവം തൻ്റെ അധികാരം മനുഷ്യനിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വതന്ത്ര തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും ദൈവത്തിൻ്റെ പദ്ധതിയെ ഈ ഭൂമി നിറവേറ്റുവാൻ ആ നിലയിലുള്ള ദൈവത്തിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക്, അത് ദൈവം ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ പ്രിൻസിപ്പിൾ ഇന്നുവരെയും ദൈവം തുടരുന്നു. അതിനെ ദൈവം ഇല്ലാതാക്കിയിട്ടില്ല. വീഴ്ചയ്ക്ക് ശേഷവും ദൈവം അതിനെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ സകല അധികാരവും കർത്താവിനാണ്. പക്ഷേ ദൈവമല്ല എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ ഒരു ഗ്രേസ്, യൂണിവേഴ്സൽ ഗ്രേസ് ഈ ഭൂമിയെ പൊതിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഭൂമി അതിദാരുണമായി തകർന്നു പോകും. ദൈവത്തിനൊരു നിയന്ത്രണവും ഇല്ലെന്നല്ല, ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവമല്ല നിയന്ത്രിക്കുന്നത്. അത് ഭൂമിയിൽ ദൈവം ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആ തീരുമാനം അങ്ങനെയായിരുന്നു. മനുഷ്യനിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ റൂൾ ചെയ്യുന്നത്, മനുഷ്യൻ്റെ അധികാരത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-28 വാക്യത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന് മേലെ, ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും, മൃഗങ്ങളിൽ മേലും, സർവ്വഭൂമിയിലും, ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴാനുള്ള അധികാരം, റൂളർഷിപ്പ്. 28-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കുക. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുക. അപ്പം അനുഗ്രഹിച്ച് അടക്കുവാനും വാഴാനുമുള്ള അധികാരം ദൈവം നൽകി. അപ്പൊ ദൈവമല്ല വാഴുന്നത്, ദൈവമല്ല അടക്കുന്നത്, ദൈവം തൻ്റെ വാഴ്വ് മനുഷ്യന്റെ അധികാരത്തിലൂടെയാണ് ഈ ഭൂമിയിൽ നിറവേറ്റുന്നത്. അപ്പം ഈ പാർട്ട്ണർഷിപ്പ് എന്ന ആ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഭൂമിയിൽ ദൈവത്തിൻ്റെ പൂർണ്ണ കൺട്രോൾ ഇല്ലാത്തത്. ദൈവം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ദൈവം തന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ മനുഷ്യൻ്റെയും കൂടെ സഹകരണം ആവശ്യമാണ്. നമ്മളൊരു ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഹിതമാകണം. ഈ ഭൂമിയിൽ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ നിന്റെ ഹിതമാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭൂമിയിൽ ഇപ്പോൾ തന്റെ ഹിതമല്ല പൂർണ്ണമായി നിറവേറുന്നത്, താനല്ല അതിന്റെ പൂർണ്ണ കൺട്രോൾ. അപ്പോൾ ഇവിടെ ചൈൽഡ് അബ്യൂസ് ഉണ്ട്, ഇവിടെ റേപ്പ് ഉണ്ട്, ഇവിടെ ദുരന്തങ്ങൾ നടക്കുന്നു, ഇവിടെ കൊലപാതകം നടക്കുന്നു. ഈ ദൈവമാണ് അതിന്റെ പൂർണ്ണ കൺട്രോളെങ്കിൽ അതൊന്നും ഇവിടെ നടക്കരുത്. എന്നാൽ ഇപ്പോഴും വർക്കിംഗ് പ്രിൻസിപ്പിൾസ് മാറിയിട്ടില്ലാത്തതുകൊണ്ട് പാപത്തിന്റെ പരിണതഫലമായി അതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഹിറ്റ്ലർ, ഹിരോഷിമ ഇതൊന്നും ഉണ്ടാകരുതായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടാകുകയും അതൊക്കെ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിന്റെ കാരണം ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിന്റെ ദുരന്തവും മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിന്റെ ബെനഫിറ്റും ഒരുപോലെ ഭൂമിയിൽ നടക്കാനാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ദുരന്തങ്ങൾ, ഭൂമി ഉലുക്കം, ഉരുൾപൊട്ടലുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരും ദൈവത്തിങ്കലേക്ക് തിരിയും. പക്ഷേ ദൈവം ഭൂമിയെ മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതോറിറ്റി ദൈവത്തിനാണെങ്കിലും പൂർണ്ണ നിയന്ത്രണം, പൂർണ്ണ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലല്ല. അത് മനുഷ്യനെയും കൂടെ പാർട്ട്ണർ ആക്കിക്കൊണ്ടാണ് ദൈവം ചെയ്യുന്നത്. ഒരു ഉദാഹരണം, എൻ്റെ വീടിൻ്റെ അതോറിറ്റി മുഴുവൻ എൻ്റെ അധികാരത്തിലാണ്. ഞാൻ പണം കൊടുത്ത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ അധികാരത്തിലുള്ള എൻ്റെ വീട്. ആ വീട്ടിലേക്ക് 15 ദിവസത്തേക്ക് താമസിക്കുന്ന ഒരു കുടുംബം അവരുടെ മക്കളുമായി വരുന്നു. അപ്പം ഞാൻ അവിടെ ഇല്ല, അവർക്ക് ആ വീട് താമസിക്കാൻ കൊടുത്തിരിക്കുക. അപ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക, TV ഉണ്ടെന്ന് വിചാരിക്കുക, AC, ഗ്യാസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ അത് പ്രവർത്തിപ്പിക്കുന്ന അവരാ, ഞാനല്ല. എനിക്കാണ് ആ വീടിൻ്റെ അതോറിറ്റി എങ്കിലും ഇപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് അവരാ. അപ്പം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണോ വേണ്ടയോ, TV ഏത് ചാനലാണ് മാറ്റേണ്ടത്, അതിൻ്റെ റിമോട്ട് അവരുടെ കയ്യിലാണ്. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് അതിൽ ഒരു സാധനം കുക്ക് ചെയ്തിട്ട് അതിലെ വെള്ളം തിളച്ച് മറിയുമ്പോഴും ഗ്യാസ് എപ്പോൾ ഓഫ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ അവരുടെ കൺട്രോളിലാണ്. AC-ക്ക് എത്ര ടെമ്പറേച്ചർ കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതോറിറ്റി എൻ്റെയാണ്, പക്ഷേ ഇപ്പോൾ ഞാനല്ല നിയന്ത്രിക്കുന്നത്. ദൈവവും ഈ പാർട്ട്ണർഷിപ്പ് എന്ന ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ തുടരുന്നത് കൊണ്ട് ദുരന്തങ്ങളും പാപത്തിന്റെ പരിണതഫലങ്ങളും ഒക്കെയുള്ള ഈ ഭൂമി ഇന്നും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, സൃഷ്ടി മുഴുവനും ഞരങ്ങുന്നു. ആ ഞരക്കത്തിന്റെ കാരണം ദൈവത്തിന്റെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. എന്നാൽ ദൈവം ഈ ഭൂമിയെ വീണ്ടെടുക്കും. പക്ഷേ ആ ടൈം വരെ ദൈവത്തിന് തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഹിതത്തെ മനുഷ്യന്റെ ഹിതത്തിലൂടെ ആണ് നിറവേറ്റുന്നത്. ഈ ഗതാഗതം, നമ്മുടെ റോഡ് ഗതാഗതം, ട്രാഫിക്, ഈ റോഡിൻ്റെയും ഇവിടെയുള്ള ഗതാഗതത്തിൻ്റെ എല്ലാം പൂർണ്ണ അധികാരം ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ്. ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുണ്ട്,
ട്രാൻസ്പോർട്ട് വകുപ്പുണ്ട്, ഗതാഗത വകുപ്പുണ്ട്, അതിന് മന്ത്രിയുണ്ട്, അതിന് ഓഫീസുണ്ട്. റോഡിൻ്റെ അധികാരം അവർക്കാണ്. എന്നാൽ ആ റോഡിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ് ആ വാഹനം. നമ്മുടെ പ്രൊട്ടക്ഷൻസിനുള്ള ട്രാഫിക് റൂൾസ് ഉണ്ട്, പ്രൊട്ടക്ഷന് ഹെൽമെറ്റ് ഉണ്ട്, പ്രൊട്ടക്ഷന് റോഡ് ഗതാഗത നിയമമുണ്ട്. പക്ഷേ ആക്സിലേറ്റർ എൻ്റെ കാലില, ബ്രേക്ക് എൻ്റെ കയ്യിലാണ്, ക്ലച്ച് എൻ്റെ കയ്യിലാണ്. അത് RT ഓഫീസിൽ ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും വെച്ചിട്ടില്ല എൻ്റെ വണ്ടി നിയന്ത്രിക്കാൻ. ഞാനാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കണം, ഏത് റോഡിൽ കൂടെ പോകണം, എത്ര സ്പീഡിൽ പോകണം, ഇതെല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്. അപ്പം അധികാരം സർക്കാരിനായിരിക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ കയ്യിലല്ല ബ്രേക്ക് ഇരിക്കുന്നത്. ഞാൻ ബ്രേക്ക് ഔട്ടുമ്പോഴേ വണ്ടി നിൽക്കത്തുള്ളൂ. ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയപ്പോൾ, ഭൂമിയെ മനുഷ്യന് കൊടുത്തപ്പോൾ ഇതേ പ്രിൻസിപ്പിൾ ദൈവം ഫോളോ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നിയന്ത്രിക്കാൻ അധികാരം ഇല്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടോ അല്ല, ദൈവം തൻ്റെ പരമാധികാരത്തിൽ അങ്ങനെയാണ് തീരുമാനിച്ചത്. ഈ ഭൂമിയെ ഞാൻ മനുഷ്യരിലൂടെയാണ് ഭരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിന്റെ ഹിതം. എന്നാൽ ദൈവത്തിന് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാനുള്ള പൈസ ദൈവത്തിന് തരാം, പെട്രോൾ അടിക്കാനുള്ള പൈസ ദൈവത്തിന് തരാം. പക്ഷെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കണമെന്ന് ദൈവത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാനാ തീരുമാനിക്കുന്നത്. ഞാനത് ഓടിക്കുന്നത് പോലെയാണ് അപകടവും സുരക്ഷിതത്വവും. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് എൻ്റെ നിയന്ത്രണത്തിലും വണ്ടി വാങ്ങിക്കാനുള്ള പണം തരാനുള്ള ശക്തി ദൈവത്തിനുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളെ കാണുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല, ദൈവത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ദൈവം ഈ ഭൂമിയെ ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്നെടുത്ത് ദൈവം തന്നെ പൂർണ്ണമായി നിയന്ത്രിച്ച് മനുഷ്യനെ എല്ലാം ഓരോ മെഷീൻസ് ആയിട്ട് മാത്രമേ ദൈവത്തിന് ഈ ഭൂമിയിൽ നിലനിർത്താൻ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ സ്വന്തം ഇച്ഛയിൽ തെരഞ്ഞെടുപ്പിലൂടെ നാം ദൈവത്തോട് ചേർന്ന് പാർട്ട്നേഴ്സായി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റണം എന്നുള്ളത്. അതിന് ദൈവത്തിന് മനുഷ്യന് ചോയ്സ് ഉള്ളവനായി സൃഷ്ടിച്ചേ പറ്റൂ. അതിൻ്റെ അകത്ത് താൻ ബോധപൂർവം കൈകടത്തുന്നില്ല. ഇപ്പോഴും ആ ചോയ്സ്, ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഇച്ഛ ശക്തി ദൈവം മനുഷ്യനിൽ ആക്ടിവേറ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുക. അത് ദൈവം എടുത്തു മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ദുരന്തങ്ങളും ചൈൽഡ് അബ്യൂസും പല നിലയിലോട്ടുള്ള ആക്രമണങ്ങളും ക്രൈംസും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ്. എന്നാൽ ദൈവം ഭൂമിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് 3 പ്രിൻസിപ്പിൾസിലൂടെയാണ് മെയിനായിട്ട്. വീണുപോയ ശേഷം ഒന്ന് സബ്മിഷൻ, മനുഷ്യന്റെ സബ്മിഷനിലൂടെ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും. ദൈവത്തിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ദൈവം മനുഷ്യന്റെ ലൈഫിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ്, ഈ പാർട്ട്ണർഷിപ്പ് അറിയാനായിട്ട് നമുക്ക് 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യണമെങ്കിലും മനുഷ്യന്റെയും കൂടെ സഹകരണം ആവശ്യമാണ്. ഇപ്പൊ സൂര്യനെ ഉദിപ്പിക്കാൻ മനുഷ്യന്റെ സഹകരണം ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ഈ ഭൂമി മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനിലൂടെ ചെയ്യുവാൻ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയും റെസ്ട്രിക്റ്റഡ് ആണ്, മനുഷ്യന്റെ തീരുമാനങ്ങളാണ്. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പം ദൈവത്തിന് ഈ അവരുടെ ദേശത്തെ അങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ. നേരിട്ട് ദൈവം സൗഖ്യമാക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ കൂടെ ദൈവത്തോട് എഗ്രി ചെയ്യണം. എങ്ങനെ? നിങ്ങൾ താഴ്ത്തണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ മുഖം അന്വേഷിക്കണം, നിങ്ങൾ ദുർമാർഗം വിട്ടുതിരിയണം. അപ്പോൾ ഞാൻ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പൊ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഹിതം മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിലും കൂടെയാണ്, ആ പാർട്ട്ണർഷിപ്പിലൂടെയാണ് ദൈവം നിവർത്തിക്കത്തുള്ളൂ. മനുഷ്യൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ ദൈവമുഖം അന്വേഷിക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ താഴ്ത്താതിരിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ല.
ദൈവത്തിന് കഴിയുന്നില്ല. അപ്പം ബലാത്കാരമായി ദൈവം തന്റെ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. മനുഷ്യന് ഈ ഭൂമിയുടെ അധികാരം കൊടുത്തുകൊണ്ട് മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ആ കൺട്രോൾ പൂർണ്ണമായും താൻ എടുക്കാതെ മനുഷ്യനാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും, നീ പ്രാർത്ഥിച്ച. ഇതാണ് ദൈവത്തിൻ്റെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എസെക്കിയേൽ 22:30-31 അവിടെയും ദൈവം നേരിട്ട് പ്രവർത്തിക്കാതെ മനുഷ്യനുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിലാണ് പ്രവർത്തിക്കുന്നത്. 22:30-31 വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. അപ്പം ഒരു മനുഷ്യനെ അന്വേഷിച്ചിട്ട് കണ്ടില്ലാത്തതുകൊണ്ട് ദൈവം പ്രവർത്തിക്കത്തില്ലേ? അങ്ങനെ ദൈവം ഇടപെടുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന് പൂർണ്ണ കൺട്രോള് ഇല്ലെന്നല്ല, പക്ഷേ ദൈവം മനുഷ്യനോട് കൂടെ സഹകരിച്ചേ ദൈവത്തിന് ഈ ഭൂമിയിൽ തൻ്റെ ഹിതം നിറവേറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ, ആരെയും കണ്ടില്ല. അതുകൊണ്ട് തനിക്ക് തൻ്റെ പ്രവൃത്തി നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല. അപ്പം മനുഷ്യന്റെ വില്ല്, ഇച്ഛ, ദൈവത്തിൻ്റെ ഹിതം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ദൈവം തൻ്റെ പ്രവൃത്തി ഭൂമി നിറവേറ്റുന്നത്. സോ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിൻ്റെ ഹിതത്തെ ഇപ്പോൾ ഭൂമിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം. ഈ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, കൊയ്ത്തിന് നിലം വെളുത്തിരിക്കുന്നു, എന്നാൽ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിനായി പ്രാർത്ഥിപ്പി. അപ്പം ദൈവത്തിന് ഇവിടെ കൊയ്യണം. ദൈവത്തിന് അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും തൻ്റെ ഹിതവുമുണ്ട്. പക്ഷേ എന്നെ കൂടെ വിളിക്കുക, നീ പ്രാർത്ഥിക്കുക, വേലക്കാരെ അയക്കേണ്ടതിന്. അപ്പോൾ എൻ്റെ പ്രയർ, അപ്പം ഒന്നാമത് സബ്മിഷനാണ്, രണ്ടാമത് ഫെയ്ത്ത്, മൂന്നാമത് ഒബീഡിയൻസ്. ഇതിലൂടെയാണ് ദൈവം ഇന്ന് തൻ്റെ പാർട്ട്ണർഷിപ്പ് മനുഷ്യനുമായി ഈ ഭൂമിയിൽ നിറവേറ്റുന്നത്. ഇരുട്ട് നിറഞ്ഞ വീണുപോയ ഈ ലോകത്ത് ദൈവം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള മനുഷ്യൻ്റെ സബ്മിഷൻ, ഫെയ്ത്ത്, ഒബീഡിയൻസ്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പ്രാർത്ഥന, വിശ്വാസം, ഇതിലൂടെയൊക്കെയാണ് ഈ മീൻസിലൂടെയാണ് ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പം വീണ് പോകുന്നതിന് മുമ്പ് അധികാരവും വാഴുവാനുള്ള അവകാശവും മനുഷ്യന് കൊടുത്തുകൊണ്ട് ദൈവം പ്രവർത്തിച്ചപ്പോൾ വീണുപോയ ശേഷവും മനുഷ്യനിലൂടെ തന്നെയാണ്. അപ്പം ഈ ലോകത്തിന്റെ അധിപതി, ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ രാജാക്കന്മാർ, സ്വർഗത്തിലെ ദുഷ്ടാത്മസേന, ഇവയൊക്കെ ഒരു പരിധിവരെ ദൈവം പെർമിറ്റ് ചെയ്ത് ഈ ഭൂമിയെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യൻ, ഈ ലോകത്തിന്റെ പ്രഭു, ഇവർക്കൊക്കെ ദൈവം സേർട്ടൺ അധികാരം കൊടുത്തിട്ടുണ്ട് ഈ ഭൂമി റൺ ചെയ്യാൻ. അതിൻ്റെ അകത്ത് ദൈവം കൈകടത്തുന്നില്ല, പെർമിറ്റ് ചെയ്ത. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇന്ന് മനുഷ്യന്റെ ഈ വിശ്വാസം, പ്രാർത്ഥന, ആശ്രയം, അനുസരണം, സമർപ്പണം, ഇതിലൂടെയാണ് ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവൻ ശത്രുവിനെ പാതപീഠമാക്കുവോളോ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പൊ ശത്രുക്കൾ പൂർണ്ണമായിട്ട് പാതപീഠമായിട്ടില്ല. ശത്രു പാതപീഠമാകുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ ശത്രുവിനെ ഇപ്പോൾ ദൈവം പാതപീഠമാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ദൈവം സഭയ്ക്കാണ് അധികാരം കൊടുത്തത്. നമ്മൾ എഫേസ് ലേഖനം 1:21, 22, 23 അധികാരം മുഴുവനും ഇപ്പോൾ ക്രിസ്തുവിന് നൽകിയിരിക്കുന്നു. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽക്കീഴിൽ വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി. അപ്പം സർവ്വവും അവന്റെ കാൽക്കീഴിൽ വെച്ചു, എന്നാൽ സർവ്വവും അവന്റെ കാൽക്കീഴിൽ അല്ല. ഇപ്പോൾ സകലത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. അപ്പം സഭ ആണ് കർത്താവിൻ്റെ ആ അധികാരത്തെ ഈ ഭൂമിയിൽ എക്സർസൈസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മുകളിൽ
ദൈവം കർത്താവ് ഇരിക്കുമ്പോഴും ഇപ്പോഴും നാം പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഈ ലോകം അങ്ങനെയല്ലല്ലോ, കർത്താവിൻ്റെ കീഴിലല്ലല്ലോ, കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലല്ലല്ലോ. അതെ, അത് കർത്താവ് മനുഷ്യനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെയാണ് അത് ചെയ്യുന്നത്. ആ സഭയ്ക്ക് കൊടുത്തു. സഭ ആ അധികാരം ഈ ഭൂമിയിൽ എക്സർസൈസ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം സഭയിലൂടെയാണ് താൻ നേരിട്ടല്ല, ത്രൂ ദ ചർച്ച്, ത്രൂ ദ ബോഡി, ദൈവം ഈ ഇരുട്ടിൽ തൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മത്തായി 28:18 പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആർക്ക്? ക്രിസ്തുവിന്. അപ്പോൾ സ്വർഗത്തിലെയും ഭൂമിയുടെയും സകല അധികാരവും യേശു ക്രിസ്തുവിന് ഉണ്ടായിട്ടും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഭൂമി പൂർണ്ണമായും അവൻ്റെ കീഴിലല്ലാത്തത്? എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പോകുവിൻ സകല ജാതിയുടെ സുവിശേഷം അറിയിപ്പൻ. അപ്പോൾ അധികാരം ദൈവത്തിന്, അതോറിറ്റി ദൈവത്തിന്. പക്ഷേ നമ്മുടെ സഹകരണത്തോടെയാണ് ദൈവം ഇപ്പോൾ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ സകല ജാതികളുടെ അടുക്കൽ ചെല്ലുകയും സുവിശേഷം പറയുകയും വിശ്വസിക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറുകയും ചെയ്യുക. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും മെതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ അധികാരം കർത്താവിനുണ്ട്, അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ആ അധികാരം ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നു. അപ്പോൾ നാം ഫെയിലാകുമ്പോൾ ദൈവത്തിന് തൻ്റെ ഹിതം നിറവേറ്റാൻ കഴിയത്തില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവനൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കും. സരേഫാത്തിൽ അനേക വിധവമാരുണ്ടെങ്കിലും എല്ലാ വിധവമാരുടെ അടുക്കിലേക്ക് ഏലിയാവിനെ കർത്താവ് അയച്ചില്ല. അപ്പോൾ വിശ്വസിക്കുന്നവരിലൂടെ മാത്രമാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. സർവായുധവർഗം ധരിച്ച് ആ ആത്മീയ യുദ്ധം ചെയ്യുന്നവരിലൂടെയാണ് ദൈവത്തിന്റെ ഹിതം നിറവേറുന്നത്. അപ്പോൾ മനുഷ്യൻ അവിശ്വസിക്കുമ്പോൾ, മനുഷ്യൻ തന്നെ താഴ്ത്താതിരിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയാതിരിക്കുമ്പോൾ, മനുഷ്യൻ ഡിസൊബേ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി റെസ്ട്രിക്റ്റഡ് ആകുന്നു. ദൈവം പരമാധികാരിയല്ല, ദൈവത്തിന് എല്ലാം ചെയ്യരുതോ? അതല്ല വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഭൂമിയെ സൃഷ്ടിച്ച് അതിൽ മനുഷ്യനെ ആക്കിയപ്പോൾ സ്വർഗം ദൈവത്തിന്റെ സ്വർഗം ഭൂമി മനുഷ്യന് കൊടുത്തു. അപ്പോൾ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമാണ് ദൈവം തൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നിറവേറ്റുന്നത്. ഇത് നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും കുറ്റം ദൈവത്തിൻ്റെ കയ്യിൽ കെട്ടിവെക്കാൻ കഴിയാത്തതും നമ്മളുടെ ഉത്തരവാദിത്വത്തെ വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ ഇച്ഛ, തെരഞ്ഞെടുപ്പാനുള്ള ശക്തി, ഇച്ഛാശക്തി ഇതും വരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പരിണിതഫലം ഈ ഭൂമിയിൽ അതിൻ്റെ ആ കോഴ്സ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം എടുത്ത പ്രിൻസിപ്പിൾ ഇതാണ്: നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് ആസ്വദിക്കാം. നീ എന്നെ തള്ളിക്കളയുന്നെങ്കിൽ അതിൻ്റെ നാശവും നിനക്ക് കൊയ്യേണ്ടി വരും. ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ ഭൂമിയിൽ തുടരുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു സമയം വരുമ്പോൾ ഈ സൃഷ്ടി മുഴുവനും ഞെരുങ്ങുന്നു, സൃഷ്ടി മുഴുവനും വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു. ഒരു ടൈം വരുമ്പോൾ ദൈവം ഈ ഭൂമിയുടെ പൂർണ്ണ അധികാരം കൈയാളും. അതുവരെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരിക്കും തുടരുന്നത്. അതിനകത്ത് ദൈവം കൈകടത്തത്തില്ല. ഇപ്പോഴും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നില്ല. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വളരെ ഫ്യൂ ആയിരിക്കുന്നു, ഒരു ചെറിയ കൂട്ടം മാത്രമല്ലേ കർത്താവിനെ അറിയുന്നുള്ളൂ. അപ്പം ദൈവം ആഗ്രഹിക്കുന്നെങ്കിലും ദൈവത്തിന് അതിവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ തെരഞ്ഞെടുക്കണം, മനുഷ്യൻ വിശ്വസിക്കണം, മനുഷ്യൻ കർത്താവിനെ സ്വീകരിക്കണം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ മനുഷ്യൻ വിളിച്ചപേക്ഷിച്ചാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വിളിച്ചപേക്ഷിക്കണം. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പം രക്ഷ ദൈവത്തിൻ്റെ ദാനം, സ്വീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം വിശ്വാസത്താൽ. അതുകൊണ്ട് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനുഷ്യൻ്റെ സഹകരണം കൂടാതെ പറ്റത്തില്ല. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്തിനാണ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്? അവൻ പരമാധികാരിയല്ലേ. അവൻ ഈ ഭൂമിയിലെ വാതിലുകളെല്ലാം ചവിട്ടി തുറക്കരുതോ? ഇല്ല. മനുഷ്യൻ തുറക്കുന്നതിലൂടെയാണ്, മനുഷ്യൻ എഗ്രി ചെയ്യുന്നതിലൂടെയാണ് ദൈവത്തിന് തൻ്റെ ആ ഹിതം നിറവേറ്റാൻ കഴിയുന്നത്. സോ ഞാൻ എൻ്റെ ഹിതം നിറവേറ്റും ഭൂമിയിൽ നിന്റെ ഹിതത്തിലൂടെ. ഞാൻ ഈ ഭൂമിയെ ഭരിക്കും നീ ഭരിക്കുന്നതിലൂടെ. അപ്പോൾ മനുഷ്യൻ ഫെയിലാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ റെസ്ട്രിക്റ്റഡ് ആവും. എന്നാൽ ഈ ഭൂമിയുടെ ഞരക്കം അവസാനിപ്പിക്കും. നമ്മളിങ്ങനെയാണ് വായിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ, സ്വർഗത്തെയും ഭൂമിയെയും ക്രിസ്തുവിൽ അവൻ ഒന്നാക്കും. അപ്പോൾ ഇത് മേർജാവും. അതുവരെ ഈ പ്രിൻസിപ്പിളിലാണ് ഇത് പോകുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇച്ഛ, നിങ്ങളുടെ തീരുമാനം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ടൈമിനകത്ത് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ കർത്താവിനോട് പ്രതികരിക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തിന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിറവേറ്റാൻ കഴിയുന്നത്. എന്നാൽ ഈ സമയത്തിൻ്റെ അകത്ത് നിന്ന് തനിക്ക് വേണ്ട, തന്നോട് താതാത്മ്യം പുലർത്തുന്ന ഒന്നിനെ ദൈവം ഇവിടെ നിന്ന് വേർതിരിച്ച് നിത്യതയിലേക്ക് ചേർക്കും. സ്വർഗത്തെയും ഭൂമിയെയും ക്രിസ്തുവിൽ ഒന്നാക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക ഉദ്ദേശവും ദൈവിക പ്രവൃത്തിയും നിറവേറ്റിയ ഒരു കൂട്ടത്തെ ദൈവം ഈ ടൈമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് ആ നിത്യതയിലേക്ക് മേർജ് ചെയ്യിക്കും. അപ്പോഴാണ് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും തൻ്റെ ഹിതം നിറവേറുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ദൈവവചനം അംഗീകരിക്കുന്നതിലൂടെയും ആ രക്ഷാപദ്ധതി നമ്മളിലൂടെ നിവർത്തിക്കുന്നതിലൂടെയും സഭയിലൂടെ ദൈവം ഇപ്പോൾ ഭാഗികമായി തൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ വരവോടുകൂടിയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സകല അധികാരവും അവൻ്റെ കയ്യിലാണ്, എന്നാൽ സകലതും അവൻ നിയന്ത്രിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ട, ഇതെല്ലാം തകർന്ന് ഒരിടത്ത് വന്ന് ഇത് തകർന്നടിയുകയില്ല. ശത്രുക്കൾ പാദപീഠമാകുവോളവും അവൻ കാത്തിരിക്കുന്നു. അപ്പൊ ശത്രുവിനെ പാദപീഠമാക്കും. ഇപ്പോൾ പാദപീഠമാക്കിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ശരീരമായ സഭയിലൂടെ. എന്നാൽ അവൻ രാജാതിരാജാവും കർത്താവുമായി പൂർണ്ണമായി ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവൻ ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ അവസാനത്തെ ശത്രുവും തൻ്റെ കാൽ കീഴിൽ അവൻ പാദപീഠമാക്കിയ ശേഷം തൻ്റെ മഹത്വവും തൻ്റെ തേജസ്സും തൻ്റെ പരിജ്ഞാനവും കൊണ്ട് ഈ ഭൂമിയെ നിറയ്ക്കും. അതുവരെ നമ്മുടെ ചോയ്സ് പ്രധാനപ്പെട്ടതാണ്. അത് ദൈവം ബലാത്കാരമായി ഇടപെടാതെ നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾക്കും തീരുമാനങ്ങൾക്കും കൂടെ ദൈവം കാത്തിരിക്കുന്നത് ആ പാർട്ട്ണർഷിപ്പ്, തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ദൈവം ഇന്നും എടുത്തു കളയാതെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ദയയാണ്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയെ തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. മിഷൻസായിട്ട് ദൈവത്തിന് ഈ ഭൂമിയിൽ മനുഷ്യരെ ആക്കിക്കൊണ്ട് ഫ്രീ വിൽ എടുത്ത് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെ അല്ലെങ്കിൽ ഇച്ഛാശക്തി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിന് ഈ ഭൂമിയിൽ തൻ്റെ പ്രവൃത്തി ചെയ്യാം. പക്ഷേ തനിക്ക് വേണ്ടി ഒരു ജനം ഇവിടെ ഒരുക്കപ്പെടത്തില്ല. തന്നെ സ്നേഹിച്ച് തന്നെ സ്വന്തമെന്ന് പറയാൻ കഴിയുന്ന ഒരു ജനത്തെ ഈ ടൈമിൽ നിന്ന് കർത്താവ് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പോൾ ഭൂമിയിൽ ഈ ടൈം അവസാനിക്കുമ്പോൾ തന്നോട് താതാത്മ്യം പുലർത്തുന്ന ഒന്നിനെ തനിക്ക് നിത്യതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഇച്ഛ, ഈ തെരഞ്ഞെടുപ്പിന്റെ ആ കപ്പാസിറ്റി മനുഷ്യനിൽ നിന്ന് എടുത്തു കളയരുത്. അവന്റെ തീരുമാനങ്ങൾ അവയിൽ കൈകടത്താതെ തന്നെ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ അവൻ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നതിലൂടെയാണ് കർത്താവിന് ഭൂമിയിൽ തന്റെ ഹിതം നിറവേറ്റാനും ടൈമിൻ്റെ അകത്തുനിന്ന് തന്നയ്ക്ക് വേണ്ടി ഒന്നിനെ വേർതിരിച്ച് നിർത്താനും കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ഒരു പാർട്ട്ണറായി, വിശ്വസ്തരായ പാർട്ട്ണറായി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും അവൻ ഒന്നാക്കുമ്പോൾ ദൈവിക ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ ദൈവത്തോടൊപ്പം പാർട്ട്നേഴ്സായി നിന്ന വിശ്വസ്തരായ ദാസന്മാരും ദാസിമാരുമായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നും നിയന്ത്രണത്തിനപ്പുറമല്ല, എല്ലാം അവൻ്റെ പരമാധികാരത്തിന് കീഴിലാണ്. ഈ ഭൂമിയിലെ ഏത് വീഴ്ചയുടെയും തകർച്ചയുടെയും ഔട്ട്കത്തെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അവയെ നന്മയ്ക്കാക്കിയും തൻ്റെ മഹത്വത്തിനാക്കി തീർക്കാൻ കഴിയുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും. ഗോഡ് ബ്ലെസ് യു.